ഉണ്ണീശോയ്ക്ക് നമ്മുടെ ഹൃദയങ്ങളല്ലേ ഒരുക്കിയത്. അത് ശരിയാ, എനിക്ക് ഒരുപാട് ഇഷ്ടപ്പെട്ടു. ഞാൻ ആദ്യമായിട്ടാണ് ഇങ്ങനെ ചെയ്യുന്നത്. ഹൃദയത്തിലൊരു പുൽക്കൂട്. എന്തായാലും സിസ്റ്റേഴ്സിന്റെ ഐഡിയ കൊള്ളാം. അതുകൊണ്ടല്ലേ ഈ വർഷത്തെ 25 നോമ്പ് അടിപൊളിയായിരുന്നു. 25 ദിവസം പോയത് അറിഞ്ഞതേയില്ല. എന്തെല്ലാം കാര്യങ്ങളാണ് നമ്മൾ ചെയ്തത്. ഓരോ ദിവസവും നമ്മൾ ഒരു പുണ്യം വീതം ചെയ്യും. ധാരാളം സുഹൃത ജപങ്ങൾ ചൊല്ലി, നല്ല ക്രിസ്മസ് പാട്ടുകൾ കേട്ടു, ഫ്രണ്ട്സിനോടൊക്കെ വചനം ഷെയർ ചെയ്തു, മറ്റുള്ളവരെ സഹായിച്ചു. എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട എന്താണെന്നറിയാമോ? മാതാപിതാക്കളെ സഹായിക്കാൻ പറഞ്ഞില്ലേ, അതാണ് സത്യം. പതിവില്ലാതെ ഞാൻ അടുക്കളയിലേക്ക് കയറിയപ്പോൾ മമ്മിയുടെ മുഖത്തൊരു ചിരി ഉണ്ടായിരുന്നു. അതിനേക്കാൾ രസമായി തോന്നിയത് ഇന്ന് ആരുടെയും കുറ്റം പറയരുത് എന്ന് പറഞ്ഞില്ലേ, അതാണ്. ശരിയാ, പ്രാർത്ഥിക്കാനും സ്നേഹിക്കാനും ഒക്കെ എളുപ്പമാണ്. പക്ഷേ മറ്റുള്ളവരുടെ കുറ്റം പറയാതിരിക്കുന്നത് അല്പം പ്രയാസമുള്ള കാര്യമാണ്. എന്തായാലും ഈ വർഷത്തെ ക്രിസ്മസ് ഒരുക്കം സൂപ്പറായിരുന്നു. അതെ, സ്നേഹവും കരുണയും പുണ്യങ്ങളും കൊണ്ട് നമ്മുടെ ഹൃദയത്തിൽ ഒരു പുൽക്കൂട് നിർമ്മിച്ചത് നമ്മൾ ഒരിക്കലും മറക്കില്ല. സത്യം, നമ്മുടെ ഹൃദയമാകുന്ന പുൽക്കൂട്ടിൽ പിറന്ന ഈശോയെ നമ്മൾ ഒരിക്കലും നഷ്ടപ്പെടാതെ സൂക്ഷിക്കണം. അതായത് ദൈവപുത്രനായ യേശു നമ്മളെ മനുഷ്യമക്കളായ നമ്മളെ ദൈവമക്കളാക്കാൻ ഈ ഭൂമിയിലേക്ക് ഇറങ്ങി വന്നതിൻ്റെ ഓർമ്മ നമ്മൾ ആഘോഷിക്കുന്നതാണ്. അതേക്കുറിച്ച് ബൈബിളിൻ്റെ ഭാഗം പറയുന്നുണ്ടല്ലോ, അറിയാമോ? എവിടെയാ? യോഹന്നാൻ ശ്ലീഹയുടെ സുവിശേഷം വെരി ഗുഡ്, 3-ാം അധ്യായം 16-ാം വാക്യം. യെസ്, അതായത് തൻ്റെ ഏകജാതനെ നൽകുവാൻ തക്ക വിധം ദൈവം ലോകത്തെ അത്രമാത്രം സ്നേഹിച്ചു എന്ന് പറഞ്ഞൊരു വാക്യമുണ്ട്. ഏത് ഉറക്കത്തിൽ ചോദിച്ചാലും പറയാൻ ഓർത്തിരിക്കേണ്ട ഒരു വാക്യമാണ്. വിശുദ്ധ യോഹന്നാൻ ശ്ലീഹ എഴുതിയ സുവിശേഷം 3-ാം അധ്യായം 16-ാം വാക്യം. ദൈവപുത്രൻ ഈ ലോകത്തിലേക്ക് ഇറങ്ങി വന്നതിനെക്കുറിച്ച് ശ്ലീഹ എഴുതി വച്ചിരിക്കുന്നതാണ്. ഈ ഒരു ക്രിസ്മസ് ആഘോഷത്തിലൂടെ നമ്മൾ കുറച്ചുകൂടെ യേശുവിനെ പോലെ നല്ല സ്വഭാവമുള്ളവരാവണം, അല്ലേ? കൂടുതൽ സ്നേഹിക്കണം. എങ്ങനെയാ സ്നേഹിക്കുക? സ്നേഹം പങ്കുവയ്ക്കുന്നത് എങ്ങനെയാ? വീട്ടിലുള്ളവരെ ആദ്യം സ്നേഹിക്കണം, കൂടെ പഠിക്കുന്നവരെ
നമ്മുടെ പഠിപ്പിക്കുന്നവരെ അല്ലേ. ഇനി ആർക്കെങ്കിലുമൊക്കെ സഹായം ചെയ്യുന്നതും സ്നേഹത്തിൻ്റെ ഒരു പ്രകടനമാണ്. ഒരു മുട്ടായെങ്കിലും ആർക്കെങ്കിലും കൊടുത്താൽ, ആവശ്യത്തിലിരിക്കുന്നവർക്ക് എന്തെങ്കിലും ഒരു സഹായം ചെയ്താലൊക്കെ അത് സ്നേഹത്തിൻ്റെ പ്രകടനമാണ്. പിന്നെ എല്ലാവരെയും അനുസരിക്കുന്നവരാണ്. മാതാപിതാക്കളെയും അധ്യാപകരെയും സിസ്റ്റേഴ്സിനെയും അല്ലേ അനുസരിക്കുന്നവരാകണം. കൂടുതൽ വിനയമുള്ളവരാകണം. ഈശോയെക്കുറിച്ചും പറയുന്നത് അങ്ങനെയാണ്. അവൻ ദൈവപുത്രനായിരുന്നിട്ടും തന്നെ തന്നെ താഴ്ത്തി ഈ ലോകത്തിലേക്ക് വന്നു എന്നുള്ളതാണ്. അത് നമ്മളെ പഠിപ്പിക്കുന്ന ഒരു പാഠം കൂടുതൽ വിനയമുള്ളവരാകുക എന്നുള്ളതാണ്, എളിമയുള്ളവരാകുക. ഈ ഒരു ക്രിസ്മസ് കാലം നിങ്ങളുടെ സന്തോഷമൊക്കെ കാണുമ്പം എനിക്ക് ഒത്തിരി സന്തോഷമുണ്ട്. അട്ടിടയന്മാരും രാജാക്കന്മാരും ഒക്കെ ബെത്ലഹേമിൽ പോയി പുൽക്കൂട്ടിൽ ഉണ്ണീശോയെ കണ്ടപ്പോഴുള്ള ആ ഒരു സന്തോഷം നിങ്ങളുടെ മുഖത്ത് ഞാനും കാണുന്നുണ്ട്. ഇപ്പോൾ ഈ ക്രിസ്മസ് ഒത്തിരി കരുവളുകാർ ഇവിടെ വന്നു. പക്ഷേ കുഞ്ഞുങ്ങൾ ഇവിടെ എത്തിയതാണ് ഏറ്റവും കൂടുതൽ സന്തോഷം നൽകുന്ന ഞങ്ങളുടെ ഈ വർഷത്തെ ക്രിസ്മസിൻ്റെ ഒരു പ്രത്യേകതയും ഒരു അനുഭവവും. നിങ്ങൾ എവിടെയായി നിൽക്കുന്നതെന്നറിയാമോ? ബഥനിയിൽ. ബഥനി ബൈബിളിൽ പറയുന്ന ഒരു ഇടമുണ്ട്. ഈശോയെ ഒത്തിരി സ്നേഹിച്ച, ഈശോ ഒരുപാട് സ്നേഹിച്ച ഭവനമാണ് ബഥനി. അവിടെ 3 ആളുകളുണ്ടായിരുന്നു. വെരി ഗുഡ്. ഇവര് യേശുവിനെ സ്നേഹിച്ചിരുന്നു, യേശു അവരെയും സ്നേഹിച്ചത്. ആ ഭവനത്തിൽ, ആ സ്നേഹത്തിൻ്റെ ഭവനത്തിലാണ് നമ്മൾ നിൽക്കുന്നത്. അപ്പോൾ ഈ ഒരു ക്രിസ്മസ് കാലം നമുക്ക് ഒരുമിച്ച് ഈശോയെ സ്നേഹിക്കാം, മറ്റുള്ളവരെ സ്നേഹിക്കാം. യാക്കോബ് ശ്ലീഹായും പറയുന്നത് അങ്ങനെ, മറ്റുള്ളവരെ സ്നേഹിക്കാതെ നമുക്ക് കാണപ്പെടാത്ത ദൈവത്തെ സ്നേഹിക്കാൻ സാധിക്കുകയില്ല. അപ്പോൾ സ്നേഹത്തിൻ്റെ പാഠമാണ് ഈശോ നമ്മെ പഠിപ്പിക്കുന്നത്. വെള്ളിമേഘം നിരന്നുവാനി ആമോദമോടെ നിന്നോ വാനവും ഭൂമിയും. തൂവൻ പ്രശോഭ തൂകി സ്വർഗദൂതർ നിരന്നു ചേർന്നു. മാലാഖമാരും ഒന്നായി ഗ്ലോറിയ പാടുവാൻ. പുഞ്ചിരി തോന്നി നിലാവലയും വന്നു പൂന്തോടിയേറി. തിരുനാഥനു മംഗളമേകിടുവാൻ പാടി വാഴ്ത്തിടുവാൻ. പുഞ്ചിരി തോന്നി നിലാവലയും വന്നു പൂന്തോടിയേറി. തിരുനാഥനു മംഗളമേകിടുവാൻ പാടി വാഴ്ത്തിടുവാൻ. ഇടയർ ചേർന്നു പാടി മഹനീയം സ്തോത്രഗീതം. മഞ്ഞിതിൽ നാദനായി സ്നേഹസങ്കീർത്തനം. ഇടയർ ചേർന്നു പാടി മഹനീയം സ്തോത്രഗീതം. മഞ്ഞിതിൽ നാദനായി സ്നേഹസങ്കീർത്തനം. തുടിത്താളമോടി വീണമോടി പാടിരാമിന്നൊരു മനമായി. തുടിത്താളമോടി വീണമോടി പാടിരാമിന്നൊരു മനമായി. താരം തെളിഞ്ഞുരാവിൽ വെള്ളിമേഘം നിരന്നുവാനി ആമോദമോടി നിന്നോ വാനവും ഭൂമിയും.
ദൂരെ നിന്നിതാ മൂന്നു രാജാക്കളെത്തി പൊന്നുവീര കുന്തിരിക്കങ്ങൾ കാഴ്ചയേകി വണങ്ങി പൊന്നുവീര കുന്തിരിക്കങ്ങൾ കാഴ്ചയേകി വണങ്ങി Gloria, Gloria, Gloria in excelsis Deo. Gloria, Gloria, Gloria in excelsis Deo. Thank you. മനുഷ്യനായി ബേത്ലഹേമിൽ മഞ്ഞു പെയ്യുന്ന മലമടക്കിൽ ഹല്ലേലൂയ ഹല്ലേലൂയ മണ്ണിലും മിന്നിലും മന്ദഹാസം പെയ്യും മധുര മനോഹര ഗാനം മണ്ണിലും മിന്നിലും മന്ദഹാസം പെയ്യും മധുര മനോഹര ഗാനം കണ്ണും കണ്ണും കാത്തിരുന്നു മണ്ണിലൊരു പൈതലിനായി കാതോരം കാതോരം കേട്ടിരുന്നു ദൈവപുത്രൻ പിറക്കുമെന്ന് കണ്ണും കണ്ണും കാത്തിരുന്നു മണ്ണിലൊരു പൈതലിനായി കാതോരം കാതോരം കേട്ടിരുന്നു ദൈവപുത്രൻ പിറക്കുമെന്ന് ആകാശവീതിയിൽ മാലാഖമാരവർ സ്നേഹത്തിൻ നിറകുടമായി താരാട്ടുപാടിയുറക്കിടുവാനായി മനതരിൽ നിറച്ചിടുന്നു ആകാശവീതിയിൽ മാലാഖമാരവർ സ്നേഹത്തിൻ നിറകുടമായി താരാട്ടുപാടിയുറക്കിടുവാനായി മനതരിൽ നിറച്ചിടുന്നു എത്ര നല്ല സ്നേഹത്തെ തന്ന നല്ല നാഥനെ മെല്ലെ രാവിൽ പാടി സ്തുതിക്കാം ഇത്ര നല്ല സ്നേഹത്തെ തന്ന നല്ല നാഥനെ മെല്ലെ രാവിൽ പാടി സ്തുതിക്കാം കണ്ണും 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 കാത്തിരുന്നു മണ്ണിലൊരു